അല്പം പച്ചക്കറി വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. അതും ഒരു കർഷകന്റെ കടയിലേക്ക്. ഇവിടെ എല്ലാ ഇനവും ഉണ്ട്, എല്ലാ പച്ചക്കറിയും ഉണ്ട്, എല്ലാം നല്ല ഫ്രഷ്. ഉരുളക്കിഴങ്ങ്, സവോള, വെള്ള സവോള, ചീരകൾ, തക്കാളി, കൂണ്, കാബേജ്, തക്കാളി എല്ലാം നല്ല ഫ്രഷ്. കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, കാരറ്റ്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, പല ഇനം, എല്ലാ ഇനവും ഇവിടെ സമൃദ്ധമായിട്ട് ഉണ്ട്. ഉരുളക്കിഴങ്ങ്, വയലറ്റ് സവോള, വെള്ള സവോള, അതുപോലെ മധുരക്കിഴങ്ങ് പല ഇനങ്ങൾ. ഇത് കണ്ടോ, വാട്ടർമെലോൺ, നമ്മുടെ തണ്ണിമത്തൻ, എന്ത് വലിപ്പമാണ് എല്ലാത്തിനും. മത്തങ്ങ തന്നെ പല തരം. ഇതാ തണ്ണിമത്തൻ, എല്ലാറ്റിനും നല്ല വലിപ്പം, എല്ലാം നല്ല ഫ്രഷ്. ഇവിടെ വാടിയതും പഴകിയതും ഒന്നും വിൽക്കത്തില്ല. പൂച്ചെടികളും അലങ്കാര ചെടികളും വലിയ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. മുളക് തയ്യ്, ചീരത്തയ്യ്, അതുപോലെ തന്നെ ഓർക്കിഡുകൾ പല കളറിലുള്ളത്, തക്കാളിയുടെ തയ്യ്, അലങ്കാര ചെടികൾ, എല്ലാം എത്രമാത്രം മനോഹരവും കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചകളുമാണ് എന്ന് ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നു. ഒരു ഫാമിലിയുടെ ബിസിനസ്സാണിത്. അവർ നേരിട്ട് കൃഷി ചെയ്ത് ഫാമിൽ നിന്ന് ഫ്രഷ് പച്ചക്കറികളും പഴങ്ങളും കസ്റ്റമേഴ്സിന് നേരിട്ട് നടത്തുന്നു. ടോണിയും സഹോദരന്മാര് വിൻസ്, സാം എന്നിവരും ചേർന്ന് വളരെ എളിയ രീതിയിൽ ആരംഭിച്ച് കഠിനാധ്വാനത്തിലൂടെ വലിയ നിലയിൽ എത്തിച്ചേർന്നതാണ്. 1998 ഒരു ചെറിയ ഷെഡിൽ ചെറിയ രീതിയിലായിരുന്നു ആരംഭം. ഇന്ന് ഇതുപോലെ 17 സ്റ്റോറുകൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പല ഭാഗത്തായിട്ട് അവർ നടത്തിക്കൊണ്ടുപോകും. വളർച്ചയുടെ പിന്നിലെ രഹസ്യം അവർ പറയുന്നത് കൃഷിയിടത്തു നിന്ന് നേരിട്ട് ഫ്രഷ് ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് താങ്ങാവുന്ന വിലയ്ക്ക് എത്തിച്ചു നൽകുന്നു. അതുകൊണ്ടാണ് ഇത്രമാത്രം വിജയം. പാലുൽപ്പന്നങ്ങളും വിവിധ കമ്പനികളുടെ വിവിധ തരം ഇവിടെ വിൽക്കുന്നുണ്ട്. ബട്ടർ, ചീസ്, യോഗട്ട്, ഐസ്ക്രീം എല്ലാം ഇവിടെ നല്ല കുറഞ്ഞ വിലയിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട്. സ്പഡ് ഷെഡ് എന്നാണ് ഈ സ്റ്റോറിൻ്റെ പേര്. ഇത് കണ്ടോ, ഇഞ്ചി ഇരിക്കുന്ന കണ്ടോ, ഇഞ്ചിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. നാട്ടിലെ ഒരു 1100 രൂപ വില ഒരു കിലോയ്ക്ക് വരുന്നുണ്ട്. എല്ലാം നല്ല ഫ്രഷാണ്. വാങ്ങിക്കാനായിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും. ഇറച്ചിയുടെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. എല്ലാ ഇനം ഇറച്ചികളും ഇവിടെ കിട്ടും. ബീഫ്, പോർക്ക്, കങ്കാരു, മട്ടൺ, ലാമ്പ്, ഇങ്ങനെ പലതരം. എല്ലുള്ളത്, എല്ലില്ലാത്തത്, നെയ്യുള്ളത്, നെയ്യില്ലാത്തത്, വാരിയെല്ല്. മാത്രമല്ല മൃഗങ്ങളുടെ ഓരോ ഭാഗത്തെ ഇറച്ചിക്ക് ഓരോ വിലയാണ്. ഇത് ചിക്കൻ്റെ സെക്ഷനാണ്. അതുപോലെ തന്നെ ചിക്കനും പല ഇനം, പല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ വിവിധ പാർട്ടുകൾക്ക് വിവിധ വിലകൾ ഒക്കെയാണ്. പഴങ്ങളുടെ വലിയ സെക്ഷനും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മാമ്പഴം, ഓറഞ്ച്, പീച്ച്, ആപ്പിള്,
ഡ്രാഗൺ ഫ്രൂട്ട്, മാൻഡറിൻ, പെയർ എല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ കരിക്ക് കണ്ടോ, അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ചെത്തി ഒരു കവറിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതും അല്ലാതെ വെച്ചിരിക്കുന്നതും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കാണാനായിട്ട് പറ്റും. എടുത്തു തരാനോ വില പറയാനോ തൂക്കിത്തരാനോ ഒന്നും ഇവിടെ ആരും നിൽപ്പില്ല. ആവശ്യമുള്ളത് എടുത്ത് കൗണ്ടറിൽ കൊണ്ടുപോയി ക്യാഷ് അടച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. പഴങ്ങളുടെ വലിയ ശേഖരം ഇവിടെ ഉണ്ട്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. ആപ്പിള് തന്നെ പല ഇനങ്ങളുണ്ട്. ഗ്രീൻ ആപ്പിള്, റെഡ്, പീച്ച് കണ്ടോ, എല്ലാം നല്ല ഫ്രഷ്നെസ്. സ്ട്രോബെറി, അവക്കാഡോ, സ്ട്രോബെറി തന്നെ വലിയ സ്റ്റോക്കുണ്ട്, വലിയ കളക്ഷനുണ്ട്. ബ്ലൂബെറി ഉണ്ട്. ധാരാളം പേര് ഇവിടെ കടന്നു വന്നിത് വാങ്ങിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിജയം. കൃഷി ചെയ്യുന്നവർ തന്നെ നേരിട്ട് നടത്തുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വില കുറച്ച് നല്ല മനോഹരമായിട്ട് നല്ല ഫ്രഷ് സാധനങ്ങൾ വിൽക്കാനായിട്ട് പറ്റുന്നത്. വെറും 2 ഹെക്ടർ സ്ഥലത്ത് ചെറിയ രീതിയിൽ ആരംഭിച്ച് ഒരു ഷെഡിനകത്ത് വെച്ച് വിൽക്കാൻ ആരംഭിച്ചവർ ഇന്ന് കോടികളുടെ വ്യാപാരം നടത്തുന്നവർ, അതുപോലെ ഏക്കർ കണക്കിന് ധാരാളം കൃഷിയിടങ്ങൾ പാട്ടത്തിനെടുത്ത് അല്ലാതെയൊക്കെ കൃഷി നടത്തി നേരിട്ട് ഉപഭോക്താവിന് എത്തിച്ചു കൊടുക്കുന്ന ഈ സംരംഭം ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൂടെയാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം അഭിവൃദ്ധി ഉണ്ടാകുന്നത് തന്നെ. പച്ചമുളകും പഴുത്ത മുളകും വയലറ്റ് സവോളയും ചീരകളും ഇഞ്ചിയും എല്ലാം നല്ല ഫ്രഷാണ്. വാടിയതോ പഴകിയതോ ഒന്നുമില്ല. അങ്ങനെ വാടിപ്പോയതൊക്കെ അവരെടുത്ത് വെളിയിൽ വെച്ച് നിസ്സാര വിലയ്ക്ക് ആൾക്കാർക്ക് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. വളരെ താഴ്ന്ന വിലയ്ക്ക് അത് വാങ്ങിക്കൊണ്ട് പോകുന്നവർ ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. വലിയ ലാഭം മാത്രം നോക്കാതെ നല്ല ഉൽപ്പന്നങ്ങൾ അധികം ലാഭമെടുക്കാതെ ന്യായമായ വിലയ്ക്ക് ഉപഭോക്താവിന് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രമാത്രം വന്നൊരു ബിസിനസ്സിലേക്ക് ഇവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.